നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. കാഞ്ഞാണി അന്തിക്കാട് റോഡിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് ഓടിച്ചിരുന്ന യുവാവ് മരിച്ചു. അന്തിക്കാട് സ്വദേശി പള്ളത്ത് രവിയാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. കാഞ്ഞാണി അന്തിക്കാട് റോഡിൽ കപ്പേളയ്ക്ക് സമീപം ശനിയാഴ്ച രാവിലെ 8:30 അപകടമുണ്ടായത്. കാഞ്ഞാണിയിലെ ഗാർഡിയൻ ആംബുലൻസിൽ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീടുകയറി ഉപദ്രവിക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതി അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. 21 വയസ്സുള്ള താന്യം സ്വദേശി ചാഴൂപ്പുരയ്ക്കൽ കാർത്തിക്കിനെയാണ് പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തത്. കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു. പെൺകുട്ടിയോട് പോലീസ് വിവരം തിരക്കിയതിൽ നിന്ന് കാർത്തിക് മുൻപൊരിക്കൽ തന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നതായി മൊഴി നൽകി. തുടർന്ന് 2 സംഭവങ്ങളും ചേർത്താണ് പ്രതിക്കെതിരെ പോക്സോ ചുമത്തിയത്. അന്തിക്കാട് സ്റ്റേഷനിൽ പ്രതിക്കെതിരെ വീടുകയറി ആക്രമിച്ച കേസിൽ 2 കേസുകളുണ്ട്. സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിക്ക് MDMA, ഹാഷിഷ് ഓയിൽ എന്നിവ വിൽപ്പനയുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തട്ടുകടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന അന്യസംസ്ഥാനക്കാരനെ എക്സൈസ് പിടികൂടി. 32 വയസ്സുള്ള ബീഹാർ സ്വദേശി ധർമ്മേഷ് കുമാറാണ് അറസ്റ്റിലായത്. ഇയാൾ ചിലങ്ക സെന്ററിന് സമീപം തട്ടുകട നടത്തിവരികയായിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇയാൾ വ്യാപകമായ തോതിൽ നിരോധിത പുകയില ഉൽപ്പന്നം വിൽപ്പന നടത്തി വന്നിരുന്നു. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് വാടാനപ്പള്ളി എക്സൈസ് നടത്തിയ പ്രത്യേക പട്രോളിംഗിലാണ് പ്രതിയെ പിടികൂടിയത്. അന്വേഷണത്തിന് എക്സൈസ് ഇൻസ്പെക്ടർ വിജി സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ KR ഹരിദാസ്, സിവിൽ എക്സൈസ് ഉദ്യോഗസ്ഥരായ KV രാജേഷ്, K രഞ്ജിത്ത്, രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര കരുവാംകുളം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ജനകീയ സമിതി പ്രക്ഷോഭയാത്ര നടത്തി. കരുവാംകുളം ബസ് സ്റ്റോപ്പ് മുതൽ കുഴിപ്പുള്ളിക്കര വരെ നടന്ന പ്രക്ഷോഭയാത്ര NS അയൂബ് ഉദ്ഘാടനം ചെയ്തു. MK ചന്ദ്രൻ അധ്യക്ഷനായി. ജനകീയ സമിതി കൺവീനർ NK ഷാജഹാന്റെ നേതൃത്വത്തിൽ നടന്ന യാത്രയിൽ വികാസ് ചക്രപാണി, പ്രേമൻ തൈപ്പറമ്പത്ത്, ഹബീബ് അഴിമാവ്, ജോഷി എന്നിവർ സംസാരിച്ചു. മുൻസീർ പുതിയ വീട്ടിൽ, പുഷ്പാങ്കദൻ കണാറ, റാഫി പുതിയ വീട്ടിൽ, മിരീഫ് പുതിയ വീട്ടിൽ, അബ്ദുൾ മുത്തലിബ്, യൂസഫ്, ജോഷി എന്നിവർ സംസാരിച്ചു. മുൻസീർ പുതിയ വീട്ടിൽ, പുഷ്പാങ്കദൻ കണാറ, റാഫി പുതിയ വീട്ടിൽ, മിരീഫ് പുതിയ വീട്ടിൽ, അബ്ദുൾ മുത്തലിബ്, യൂസഫ് തിരുത്തേക്കാട്, കുട്ടൻ തത്തപ്പുഴ, ഫിറോസ് മുന്നോക്കപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. കിഴപ്പുള്ളിക്കര മുസ്ലിം പള്ളി പരിസരത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ താന്യം പഞ്ചായത്ത് അംഗം ആൻഡോ തൊറയൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രക്ഷോഭയാത്രയിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. നിത്യരോഗികളുമായിരിക്കുന്ന രീതിയിലേക്ക് ഈ റോഡുകൾ എത്തിച്ചിരിക്കുകയാണ്. ഇതിനെ കണ്ടിലടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ പ്രദേശത്തെ ജനകീയ സമിതിക്ക് ആവില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ കാണുന്നത്. നമുക്കറിയാം, നമ്മളെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും ആവശ്യമായത് വഴിയും വെളിച്ചവും വെള്ളവുമാണ്. ഇതില് ഏറ്റവും ആവശ്യമായ ഒന്നാണ് വഴി. യാത്ര ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സാധാരണ ഒരു ബൈക്കിലെങ്കിലും യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഏറ്റവും മോശമായ ഈ റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ജനകീയ സമിതി ഇത്തരത്തിലൊരു സമര പരിപാടികൾ നടത്തിയിട്ടുള്ളത്. പെരിങ്ങോട്ടുകര പൈനൂർ ആമലത്ത് കുളങ്ങര ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും ഇല്ലം നിറയും നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ചെറുമുക്ക് മന പ്രസാദ് നമ്പൂതിരി, മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ A സതീഷ് ചന്ദ്രൻ, A രമേശ്, A രവികൃഷ്ണൻ, A അനൂപ്, ബിന്ദു രാജീവ്, സീമ മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. വയനാട് ദുരന്തബാധിതർക്കുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പഴുവിൽ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് 2,50,000 രൂപ നൽകി. പ്രസിഡന്റ് ഉല്ലാസ് കണ്ണോളി തുക CC മുകുന്ദൻ MLAക്ക് കൈമാറി. സെക്രട്ടറി KK സജിത, വൈസ് പ്രസിഡന്റ് KV മോഹൻദാസ്, ഭരണസമിതി അംഗങ്ങളായ CA ശങ്കരൻ, KC ബാബു, VR ഗോപി, അസിസ്റ്റന്റ് സെക്രട്ടറി റോബിർജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അതിൻ്റെ അകത്ത് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മഴയുടെ കാഠിന്യമായ
ബന്ധവും അതുപോലെ മലയുടെ മുകളിൽ നിന്ന് വരുന്ന മണ്ണിൻ്റെ ഇളക്കം കൂടി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് ഇടിവെട്ടും അതുപോലെ കാറ്റും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭൂമി കുലുങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാറക്കെട്ട് മുഴുവൻ ഇടിഞ്ഞ് താഴോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായത്. അതിൽ വന്നല്ല ആ ഭാഗത്തുള്ള എല്ലാ ജനങ്ങളും കാണുന്നില്ല എന്നാണ് അവിടെ ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ. പക്ഷേ എന്തൊക്കെ അല്പം ചില കാര്യങ്ങൾ ചിലവരെ കിട്ടുകയും ചിലവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ന്യൂസ് കിട്ടും. എന്തായാലും ഒരു മഹാദുരന്തമായി വയനാടിനെ നമ്മൾ കണക്കാക്കുകയും അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതിനാവശ്യം നടപടിയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി വളരെ ഏറെ തന്നെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു, നമുക്ക് കഴിയുന്ന സഹായങ്ങൾ വയനാട് മേഖലയ്ക്ക് സഹായിക്കണം എന്നുള്ളതാണ്. ചാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം പഴുവിൽ JP സംഗമം ഹാളിൽ ചേർന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. ഡെപ്യൂട്ടി ഡയറക്ടർ നിംബ ഫ്രാങ്കോ പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ വിവിധ മേഖലയിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാമചന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NA ജോഷി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഷൺമുഖൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രജനി തിലകൻ, PS നജീബ്, ജില്ലാ കാർഷിക വികസന സമിതി അംഗം KK രാജേന്ദ്രബാബു, കൃഷി ഓഫീസർ അമൃത C രാജൻ, സീനിയർ കൃഷി അസിസ്റ്റന്റ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഈ ദിനം ആചരിക്കണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കൂടാതെ അതുമായി ബന്ധപ്പെടുന്ന ഓണാഘോഷങ്ങളൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വയനാട് ദുരന്തം നമ്മളെ എല്ലാവരെയും മനസ്സുകൊണ്ട് വേദനിപ്പിച്ച ദിവസങ്ങളാണ്. ഈ വയനാട് ദുരന്തം എന്ന് പറയുമ്പോൾ തന്നെ പത്രത്തിലും TV-യിലൊക്കെ വന്ന് കണ്ടത് മാത്രമല്ല, ഞാൻ ആ പ്രദേശത്ത് പോയൊരു ആളാണ്. 2-3 ദിവസമൊക്കെ അവിടെ പോയി നിന്ന് അവിടുത്തെ ജനങ്ങളും അതുപോലെ അവരെ കഷ്ടപ്പാട് ദുരിതവും അറിയാനും മനസ്സിലാക്കാനും ചില സാഹചര്യം ഉണ്ടായി. ഏറ്റവും മനസ്സുകൊണ്ട് വേദിച്ച അപകടകരമായ ദുഃഖം താന്യം ഗ്രാമപഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം താന്യം കൃഷിഭവൻ ഹാളിൽ ചേർന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ കർഷകരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷീന പറയങ്ങാട്ടിൽ, VN സുജിത് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മായ TB, CDS ചെയർപേഴ്സൺ സുജിത നിരേഷ്, കൃഷി ഓഫീസർ KR രൺദീപ്, കൃഷി അസിസ്റ്റന്റ് V ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഈ താന്യം ഗ്രാമപഞ്ചായത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിച്ചത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട 2 പദ്ധതികൾ നമ്മുടെ ഈ താന്യം പഞ്ചായത്തിലുണ്ട്. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറ്റബോധത്തോടെ തന്നെ സംസാരിക്കുന്നത്. നമ്മുടെ ദിനം എന്ന് പറയുമ്പോൾ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്ന ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാർഷിക മേഖലയുമായി ബന്ധപ്പെടുന്ന കൃഷിക്കാരൻ്റെ ജീവിത നിലവാരത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് സർക്കാർ കൃഷിക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നത്. കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സഹായങ്ങൾ വെച്ച് പൂർണ്ണതയിലെത്തിക്കുന്ന ആവശ്യം നമ്മൾ സ്വീകരിക്കണം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.